ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ പുതിയൊരു ചാപ്റ്ററാണ്. ഇത് പുതിയ ചാപ്റ്റർ അല്ല, ഞാൻ 2 ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ മിഡ് പോയിന്റ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയുടെ ഇക്വേഷനും ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി ബാക്കിയുള്ളതെന്ന് പറയുന്നത് 13C-യിലും 13B-യിലും ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തോടെ ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഞാൻ കുറച്ച് ഹോംവർക്ക് തരും. ഓക്കെ, അപ്പോൾ അത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. അപ്പോൾ ഞാൻ ചെയ്യിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഓക്കെ, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഹൂസ് വെർട്ടിസസ് ആർ A -1 3, B 1 -1, C 5 1. ഓക്കെ, അപ്പോൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? സെൻട്രോയിഡ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെർട്ടിസസ് തരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + x2 + x3 / 3, y1 + y2 + y3 / 3. അപ്പോൾ ഇവിടുത്തെ x1 ഒക്കെ എങ്ങനെയാണ്? വെർട്ടിസസ് ഈ ട്രയാങ്കിൾ ആകുമ്പോൾ 3 വെർട്ടിസസ് അല്ലേ, ABC എന്ന് പറഞ്ഞ വെർട്ടിസസ്, അതിന് 3 പോയിന്റ് വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എന്താണ്? ആദ്യത്തെ പോയിന്റ് x1 y1 എന്ന് എടുക്കാം, അടുത്ത പോയിന്റ് x2 y2 എന്ന് എടുക്കാം, അടുത്ത പോയിന്റ് x3 y3 എന്ന് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കും? x1 + x2 + x3. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ -1 + 1 + 5 / 3. അടുത്ത y1 എത്രയാണ്? 3. y2 എത്രയാണ്? -1. y3 എത്രയാണ്? +1 / 3. അപ്പോൾ 1ഉം -1ഉം ക്യാൻസൽ ആയി പോവും. അപ്പോൾ 5/3 എന്ന് വരും x അല്ലേ. y ഇത് -1ഉം +1ഉം ക്യാൻസൽ ആയി പോവും. 3/3 1 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എന്താണ്? x1 + x2 + x3 / 3, y1 + y2 + y3 / 3. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രോയിഡ് വെച്ചുള്ള ഒരു വേറെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, A 5, x, എയുടെ പോയിന്റ് ആണ് 5, x. B നോക്കേ -4, 3, ആൻഡ് C നോക്കേ y, -2 ആർ ദ വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, ഇത് 3 വെർട്ടിസസ് ആണ് ട്രയാങ്കിളിന്റെ ABC. ഹൂസ് സെൻട്രോയിഡ് ഈസ് ഒറിജിൻ. ഓക്കെ, നമ്മുടെ ABC എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എവിടെയാണ്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റാ? 0 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് x ആൻഡ് y. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നേരത്തെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വെർട്ടിസസിനകത്തുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രോയിഡ് അവർ തന്നിട്ടുണ്ട്. സെൻട്രോയിഡിന്റെ പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. എന്താണ്? 0 0. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യണം? സെൻട്രോയിഡിന്റെ പോയിന്റിനെ 0 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. = x1 + x2 + x3 / 3 = y1 + y2 + y3 / 3നെ നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്തു? 0 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 0 0 = x1 + x2 + x3. നമുക്ക് x1 y1, x2 y2, x3 y3 എന്ന് പേര് കൊടുക്കുക അല്ലേ. അപ്പം x1 + x2 + x3 പറഞ്ഞേ 5 -4 അടുത്ത +y / 3, അടുത്ത y1 പറഞ്ഞേ x + 3 -2 / 3. അപ്പോൾ നമുക്ക് എന്താണ്? 0 0 = 5 -4 1 + y / 3, x +3 -2 +1 / 3. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി ചെയ്യാം. ഇനി 1 + yക്ക് പകരം എന്താണ് ഇവിടെ കിടക്കുന്നത്? 0. അപ്പം 1 + yനെ ആരോട്ട് ഇക്വേറ്റ് ചെയ്യാം? 1 + y/3നെ ആരോട്ട് ഇക്വേറ്റ് ചെയ്യാം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ y = 1 + y = 0 എന്ന് വരും. y = എന്ത് വരും? -1 എന്ന് വരും. അപ്പോൾ y യുടെ വാല്യൂ കിട്ടിയോ? ഇനി നമുക്ക് x-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x + 1ന് പകരം ഇവിടെ എന്താണ്? 0 ആണ്. ഇതെന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ x-ന്റെ പോയിന്റ് ആണ്, ഇത് y യുടെ പോയിന്റ് ആണ്. അപ്പോൾ x-ന്റെ പോയിന്റ് ആയിട്ട് ബന്ധമുണ്ട്.
ആദ്യത്തെ എക്സിന്റെ പോയിന്റായിട്ട് ബന്ധമുണ്ട്, ഇവിടുത്തെ വൈൻ്റെ പോയിന്റ് ആയിട്ട് ബന്ധമുണ്ട്, ഇവിടുത്തെ വൈൻ്റെ പോയിന്റായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1/3 ആരോട്ട് ഇക്വേറ്റ് ചെയ്യാം, 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 1 = 0 എന്ന് വരും. ഓക്കെ, 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എക്സ് = -1 എന്ന് വരും. അപ്പോൾ എക്സിന്റെ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി? -1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടാണ് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ സെൻട്രോഡ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ടിക്കറ്റ് ചെയ്യണം, സെൻട്രോഡിന്റെ ഫോർമുലയായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ എഴുതി ഇടുമ്പോൾ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ചെയ്യാൻ നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പ്ലേ ചെയ്ത് കാണുക. എന്നാലും നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ചുമ്മാ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിടുമ്പോൾ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത കണക്കുകൾ നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡ് പോയിന്റിന്റെ ഫോർമുല പഠിച്ചിരുന്നല്ലോ. മിഡ് പോയിന്റിന്റെ ഫോർമുല എന്തായിരുന്നു? മിഡ് പോയിന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് x1 + x2 / 2, y1 + y2 / 2 എന്നായിരുന്നു അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ഫോർമുല ആയിരുന്നു അത്, മിഡ് പോയിന്റ് ഫോർമുല. അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് ഈ ക്ലാസ്സിൽ ചെയ്യാം. സെക്ഷൻ ഫോർമുല അറിയാലോ. സെക്ഷൻ ഫോർമുല എന്തായിരുന്നു? സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ mx2 + nx1 / m + n, my2 + ny1 / m + n. അത് നിങ്ങൾക്ക് അറിയാലോ. എമ്മും എന്നും എന്തുവാ? എമ്മും എന്നും ആണ് റേഷ്യോ. ഓക്കെ, എമ്മും എന്നും റേഷ്യോ. x1 x2 y1 y2 ഒക്കെ പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കേ, ക്വസ്റ്റ്യൻ നോക്കേ. ദ മിഡ് പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ് AB as shown in the diagram is C 4, -3. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ മിഡ് പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ് AB, അതായത് AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലേ, ആ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? C. ഓക്കെ, ആ സിയുടെ പോയിന്റ് ഒരു തന്നിട്ടുണ്ടോ? 4, -3 ആണ്. എന്നിട്ട് പറയാ റൈറ്റ് ഡൗൺ ദ വെർട്ടിസസ്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ എൻഡ് പോയിന്റ് എഴുതുക. എയുടെയും ബിയുടെയും എൻഡ് പോയിന്റിന്റെ XY എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് എഴുതാൻ പറ്റും? നമ്മളിത് ഇതേപോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? നമ്മൾ എന്ത് പറയും? ഇവിടെ മിഡ് പോയിന്റ് ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം ഏതിന്റെ മിഡ് പോയിന്റ് ആണ് ഈ സി എന്ന് പറയുന്നത്? എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണല്ലോ സി. അപ്പം എന്റെ പോയിന്റിന്റെ ആ പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അതായത് നിങ്ങൾക്കറിയാം ഒരു ഗ്രാഫിനകത്ത് ഇത് എക്സ് ഡയറക്ഷൻ ആണ്, ഇത് വൈ ഡയറക്ഷൻ ആണ്. അപ്പോൾ എയുടെ പോയിന്റിനെ എനിക്ക് എങ്ങനെ സൂചിപ്പിക്കാം? എക്സ് ലൈനകത്ത് അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ്സിനകത്ത് നമ്മൾ എന്തായിരിക്കും? y0 ആയിരിക്കത്തില്ലേ? ആ എക്സ് ആക്സിസിനകത്ത് y0 ആയിരിക്കത്തില്ലേ? അപ്പം വൈയുടെ പോയിന്റ് എന്താണ്? 0 ആണ്. പക്ഷെ എക്സ് കാണുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എയുടെ പോയിന്റ് നമുക്ക് x, 0 എന്ന് എഴുതാം. അടുത്ത് ബിയുടെ പോയിന്റ് ഏത് ലൈനകത്ത് നിൽക്കുന്നത്? y എന്ന് പറഞ്ഞ ആ ലൈനകത്ത് ആക്സിസിലല്ല നിൽക്കുന്നത്. ആ y ആക്സിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. എക്സ് കാണില്ലല്ലോ, കാരണം എക്സ് 0 ആണ്. പക്ഷെ y എന്തുണ്ട്? y കാണും. അപ്പൊ yനെ നമുക്ക് y തന്നെ എഴുതാം. അപ്പം x, 0യുടെയും 0, yന്റെയും മിഡ് പോയിന്റ് ആണ് ഏത്? 4, -3. അപ്പൊ 4, -3 നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? മിഡ് പോയിന്റ് ഫോർമുലയായിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ സെൻട്രോഡിനകത്ത് ചെയ്ത പോലെ മിഡ് പോയിന്റ് ഫോർമുലയായിട്ട് ഇക്വേറ്റ് ചെയ്യാം. y1 + y2 / 2. അപ്പോൾ 4, -3 = x1 + x2. എങ്ങനെയാണ് x1 + x2 എടുക്കുന്നത്? നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാ? x, 0യും y, 0യും അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് x1 y1 എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് x2 y2 എന്ന് എടുക്കാം. അപ്പം x1 ഏതാണ്? x1ന് പകരം x ഉണ്ടല്ലേ, പ്ലസ് x2ന് പകരം എന്തുണ്ട്? y ഉണ്ടല്ലേ, ഡിവൈഡ് ബൈ 0, y ആയിരുന്നു. 0, y. അപ്പൊ x2ന് പകരം എന്തുണ്ട്? 0 ഉണ്ട്, ഡിവൈഡ് ബൈ 2, y1ന് പകരം എന്തുണ്ട്? 0 ഉണ്ട്, y2ന് പകരം എന്തുണ്ട്? y ഉണ്ട്, ഡിവൈഡ് ബൈ 2. അപ്പൊ 4, -3 = x + 0 x ഡിവൈഡ് ബൈ 2, y + 0 y ഡിവൈഡ് ബൈ 2. അപ്പം x/2ന് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? x/2ന് ആദ്യത്തെ സംഭവം എന്താ? 4 അല്ലേ? അപ്പൊ 4ന് തുല്യമായിട്ട് x/2 കിടക്കുന്നത്.
അപ്പോൾ x/2 = 4, x = എന്ത് വരും? 8 വരും. അടുത്തത് y/2 പകരം എന്ത് കിടക്കുന്നത്? -3 അല്ലേ കിടക്കുന്നത്. അപ്പോൾ yക്ക് പകരം എന്ത് വരും? അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വരും. അപ്പം എക്സിന്റെ മൈൻഡും പോയിന്റ് നമുക്ക് കിട്ടിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഓക്കെ, നമ്മൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളൊന്നുകൂടെ നോക്കുക. അപ്പോൾ എക്സിന്റെ പോയിന്റും കിട്ടി, വൈൻ്റെ പോയിന്റ് കിട്ടി. ഇവിടെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അവർ മിഡ് പോയിന്റ് ഇങ്ങനെ തന്നേക്കാം. അവർ ആൾറെഡി മിഡ് പോയിന്റ് ഇങ്ങനെ തന്നേക്കുമ്പോൾ നമ്മൾ എന്ത് ടിക്കറ്റ് ചെയ്യുന്നു? മിഡ് പോയിന്റ് ഫോർമുലയായിട്ട് ടിക്കറ്റ് ചെയ്യണം. സെൻട്രോയിഡിന്റെ പോയിന്റ് അവർക്ക് തന്നേക്കുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിനെ സെൻട്രോയിഡിന്റെ ഫോർമുലയായിട്ട് ടിക്കറ്റ് ചെയ്യണം. ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്തൊക്കെയാണ് ഒരു പോയിന്റ് തന്നേക്കുന്നതൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. നമ്മുടെ എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ, എ ബി. അതെന്താണ്? ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ ആകുമ്പം ആ സെന്റർ കാണുമല്ലോ, സർക്കിളിന്റെ സെന്റർ കാണുമല്ലോ. ആ സെന്റർ ഏതാണ്? വിത്ത് സെന്റർ സി. ആ സെന്ററിന്റെ പോയിന്റ് തന്നിട്ടുണ്ട് -2,5. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ സെന്റർ ആണ് സി. എ ബി എന്ന് പറയുന്ന ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, ആ സർക്കിളിന്റെ സെന്റർ ആണ് സി. ഇഫ് എ ഈസ് ഈക്വൽ ടു, എയുടെ പോയിന്റ് അവർ തന്നിട്ടുണ്ട് 3,-7. ഓക്കെ, 3,-7 എന്ന പോയിന്റ് അവർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് റേഡിയസ് എ സി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് റേഡിയസ് എ സി. എങ്ങനെയായിരിക്കും എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ, ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. എന്തായിരിക്കും ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല? ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല x1 x2 - x1 the whole square plus y2 - y1 the whole square. ഇതാണ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല. അപ്പം എ സിയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? എ സിയുടെ പോയിന്റ് ഏതൊക്കെയാ? 3,-7. ആൻഡ് സിയുടെ പോയിന്റ് ഏതൊക്കെയാ? -2,5. അപ്പൊ നിങ്ങൾ പോയിന്റ് കിട്ടി നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? പോയിന്റ്സിന് പേര് കൊടുക്കും. അപ്പൊ ഇതിനെ നമുക്ക് x1 y1 എന്ന് കൊടുക്കാം, ഇതിന് x2 y2 എന്ന് കൊടുക്കാം. അപ്പം എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാലോ, നമ്മൾ ഏത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി? ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ റൂട്ട് എഴുതുക. x2 പകരം -2 ആൻഡ് x1 പകരം മൈനസ് ഉണ്ട്, അതേപോലെ ഇട്ടു. x1 പകരം എന്തെടുക്കുന്നു? 3 എടുക്കുന്നു, ദി ഹോൾ സ്ക്വയർ ഇടുന്നു, പ്ലസ് y2 പകരം എന്ത് എഴുതുന്നു? 5 എഴുതുന്നു, മൈനസ് ഇടുന്നു. y1 പകരം -7 ആണല്ലേ. അപ്പം ഈ മൈനസ് ഓഫ് മൈനസ് കൊണ്ട് ചേർന്ന് എന്താവും? പ്ലസ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ മറക്കരുത്. അപ്പം y2 -7 ആണ്, y2 5 ആണ്, y1 എന്താണ്? -7 ആണ്. ഇക്വേഷനകത്ത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസും ഇതിന്റെ മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ട്? -t -2 -3 -5. -5ന്റെ സ്ക്വയർ പ്ലസ് 5 + 7 12ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ട്? നമുക്ക് എന്തെഴുതാം? √5² എത്രയാണ്? 25 അല്ലേ. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144, 144. അപ്പോൾ 25ഉം 140 സ്ക്വയർ 169. അപ്പോൾ √169 എത്രയാണ്? 13. അപ്പോൾ 13 സെന്റിമീറ്റർ ആണ് എന്ത്? എ സി എന്ന് പറഞ്ഞ ലെങ്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, എ സിയുടെ ലെങ്ത് എത്ര കിട്ടി? 13 കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ഇവിടെ ഉപയോഗിക്കേണ്ടത് ലെങ്തിന്റെ ഫോർമുലയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചു വെക്കാം. പിന്നെ ഈ മൈനസിന്റെ കാര്യം, ആ മൈനസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 മൈനസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? -7 എന്ന് എഴുതുമ്പോൾ ആ മൈനസ് പ്ലസ് ആവും. പലപ്പോഴും തെറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെങ്ത് ഓഫ് എ സി കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്ത് കണ്ടുപിടിക്കണം? ദ കോർഡിനേറ്റ്സ് ഓഫ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ബി ചെയ്യാം. നിങ്ങൾ പറഞ്ഞേ, എങ്ങനെ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ബി കണ്ടുപിടിക്കാം? ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം, അതായത് ബിയുടെ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ബിയുടെ പോയിന്റ് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് ബിയുടെ പോയിന്റ് നമുക്ക് x, y എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ഈ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണല്ലേ. ആ ഡയമീറ്റർ അതിന്റെ സെന്റർ ആണ് എന്ത്? സി എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന് പറഞ്ഞ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ ലൈനിന്റെ സെന്റർ ആണ് സി. അപ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ട്? സെന്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ മിഡ് പോയിന്റ് അവർ നിങ്ങൾ തന്നിട്ടുണ്ട്, ആ മിഡ് പോയിന്റിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? മിഡ് പോയിന്റിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ നമുക്ക് മിഡ് പോയിന്റ് ഇക്വേഷനായിട്ട് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം.
ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബിയുടെ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം എയുടെ പോയിന്റ് ഏതൊക്കെയാണ്? എയുടെ പോയിന്റ് 3, -7 ആണ്. ബിയുടെ പോയിന്റ് ഏതൊക്കെയാണ്? x,y ആണ്. നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? -2, 5. അതിനെ നമുക്ക് എന്തോ ടിക്കറ്റ് ചെയ്യാം? മിഡ് പോയിന്റ് ഫോമിലായിട്ട് ടിക്കറ്റ് ചെയ്യാം. കാരണം മിഡ് പോയിന്റ് എന്ന് കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഫോമിലായിട്ട് നമ്മൾ അപ്പോഴേ ഇക്വേറ്റ് ചെയ്തോണം. അപ്പോൾ x1 + x2/2, y1 + y2/2. x1 y1 ഒക്കെ എവിടെ നിന്ന് കിട്ടും? ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ -2, 5 = x1 + x2, 3 + x1, 3 + x /2, y1 + y2, -7 + y /2. 3 + x ന് പകരം ഇവിടെ എന്താ? -2 ആ. അപ്പോൾ അതുമായി ടിക്കറ്റ് ചെയ്തൂടെ? അപ്പോൾ 3 + x /2 നെ നമുക്ക് -2 ആയി ടിക്കറ്റ് ചെയ്യാം. അപ്പോൾ 3 + x = അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -4 വരും. x = -4, അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? -3 വരും. അപ്പോൾ x = -7 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് -7 + y /2 നെ നമുക്ക് എന്തോ ടിക്കറ്റ് ചെയ്യാം? 5 ആയി ടിക്കറ്റ് ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ -7 + y = എന്ത് വരും? 2 × 5 10 വരും. അപ്പോൾ y = 10, -7 അപ്പുറത്ത് പോകുമ്പോൾ +7 ആവും. അപ്പോൾ y = എന്ത് വരും? 17 വരത്തില്ലേ? ഓക്കെ, അപ്പം എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? -7 കിട്ടി. വൈന്റെ വാല്യൂ എന്ത് കിട്ടി? 17 കിട്ടി. അപ്പം കോർഡിനേറ്റ്സ് ഓഫ് ബി എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ബി എന്താണ്? -7, 17. ഇത് എക്സിന്റെ വാല്യൂ, ഇത് വൈന്റെ വാല്യൂ. അപ്പോൾ എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കാനുള്ളത്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 4a, 2b - 3 and -4, 3b is 2, -2a. Find the values of a and b. എങ്ങനെ ചെയ്യും? എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നല്ലതായിട്ട് വായിച്ചു നോക്കണം. ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്, ഏതൊക്കെയാണ് ജോയിൻ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4a - 2bയും -4ഉം 3bയും ജോയിൻ ചെയ്തപ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ആണ് ഈസ് എന്താണ്? അതിന്റെ മിഡ് പോയിന്റ് ആണ് ഏത്? 2, -2a. അപ്പൊ 2, -2 നെ നമുക്ക് എന്തോ ടിക്കറ്റ് ചെയ്യാം? ഒരു മിഡ് പോയിന്റ് ഡയറക്റ്റ് തന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല ടിക്കറ്റ് ചെയ്യാം. x1 + x2/2, y1 + y2/2. ഈ x1 y1 ഒക്കെ എവിടെ നിന്ന് എടുക്കും? അവർ തന്നിട്ടുണ്ട് 4a, 2b - 3 എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. -4, 3b എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് x1 y1 കണ്ടുപിടിച്ചൂടെ? x1 y1, x2 y2. അപ്പൊ 2, -2a = x1 + x2. എന്താണ്? x1 എത്രയാണ്? 4a + x2 എത്രയാണ്? -4 /2. y1 എത്രയാണ്? 2b - 3. y1 = 2b - 3 പ്ലസ് y2 എത്രയാണ്? 3b/2. അപ്പോൾ ഈ 4a - 4 /2 നെ എന്താ ടിക്കറ്റ് ചെയ്യാം? 2 ആയി ടിക്കറ്റ് ചെയ്തൂടെ? ആദ്യത്തെ വാല്യൂ ടിക്കറ്റ് ചെയ്തൂടെ? അപ്പോൾ 4a - 4 /2 നെ നമുക്ക് 2 ആയി ടിക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ 4a - 4 = 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരുന്നു. അപ്പോൾ 4a = 4 -4 അപ്പുറത്ത് പോയി +4 ആവുന്നു. അപ്പോൾ 4 + 4 എന്താവുന്നു? 8 ആവുന്നു. a = 8/4 ആവുന്നു. എയുടെ വാല്യൂ 2 ആവുന്നു. ഓക്കെ, എയുടെ വാല്യൂ കിട്ടിയല്ലോ. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ രണ്ടാമത്തെ വാല്യൂ ടിക്കറ്റ് ചെയ്തൂടെ? അപ്പം -2a = 2b - 3 + 3b /2. -2a = 2b + 3b എത്രയാണ്? 5b - 3 /2. 2a യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എയുടെ വാല്യൂ എത്രയാണ്? 2. അപ്പം -2 × 2 -2 × 2 എത്ര വരും? 4 വരും. = 5b - 3 /2. ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ? അപ്പം -8 = 5b - 3 എന്നാവത്തില്ലേ? ഓക്കെ, അപ്പം ഞാനിവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. -8 = 5b - 3. അപ്പോൾ 5bയുടെ വാല്യൂ കണ്ടുപിടിക്കാം. -8, ഈ -3 പുറത്ത് വരുമ്പോൾ +3 ആവും. അപ്പോൾ 5b = -8 + 3 -5. അപ്പോൾ b = എന്ത് വരും? -5 /5. b = -1 വരും.
അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ഇതിനകത്ത് ഒരു മിഡ് പോയിന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മിഡ് പോയിന്റ് വാല്യൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും എന്തോ ടിക്കറ്റ് ചെയ്തോണം? ആ മിഡ് പോയിന്റ് ഫോർമുല ടിക്കറ്റ് ചെയ്ത് വെച്ചോണം. എന്നിട്ട് ആ 2 പോയിന്റ്സ് എടുത്ത് എഴുതുക, എന്നിട്ട് അതിന് പേര് കൊടുക്കുക. ആ പേര് കൊടുത്തിട്ട് ആ ഫോർമുലയ്ക്ക് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് വാല്യൂസ് ടിക്കറ്റ് ചെയ്യുക. ഫസ്റ്റ് വാല്യൂ ടിക്കറ്റ് ചെയ്യുക, സെക്കൻഡ് വാല്യൂ ടിക്കറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ find the coordinates of the points of trisection of the line segment joining the point 6, -9 and the origin. അപ്പോൾ ഇവിടെ എന്താണ് പഠിക്കുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യല്ലോ എന്താണ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ എന്ന്. ആ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോയിന്റ് ഇടയ്ക്ക് വരും അല്ലേ? നമ്മൾ ഇത്രയും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ, AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിനകത്ത് ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആയിട്ട് 2 പോയിന്റ് നിൽക്കും അല്ലേ? ഇവിടുന്ന് ഒരു പോയിന്റ് നിൽക്കും, ഇവിടുന്ന് ഒരു പോയിന്റ് നിൽക്കും. ഓക്കെ, ആ പോയിന്റ് 2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷനകത്തുള്ള കാര്യം. അപ്പോൾ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്. ഓക്കെ, ഇതിന്റെ ലൈൻ സെഗ്മെന്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് 6, -9. എയുടെ പോയിന്റ് എടുത്ത് തന്നിട്ടുണ്ട്. ബിയുടെ പോയിന്റോ ആൻഡ് ദ ഒറിജിന്റെ പോയിന്റ് നമുക്കറിയാമല്ലോ, 0, 0. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നു ട്രൈസെക്ഷൻ ആണ്, ആ ട്രൈസെക്ഷന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം ട്രൈസെക്ഷന്റെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് പി എന്ന് കൊടുക്കാം, രണ്ടാമത്തെ പോയിന്റ് ക്യൂ എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഏത് റേഷ്യോയിലായിരിക്കും? ഇത് 1, 1, 1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. അപ്പം ഇത് 1 ആണ്, ഈ ഫുള്ള് ലെങ്ത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ റേഷ്യോ എത്ര ആയിരിക്കും? 1:2 ആയിരിക്കും. ഓക്കെ, 1:2 ആയിരിക്കും. ഇനി ക്യൂവിന്റെ റേഷ്യോ എങ്ങനെയാണ് എഴുതുന്നത്? ഈ ഫുൾ ലെങ്ത് എത്രയാണ്? 1 + 1. അതായത് ഈ ഫുൾ ലെങ്ത് 2 ആണ്, ഈ ഒരു ചെറിയ ലെങ്ത് 1 ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാണ്? 2:1. അപ്പൊ റേഷ്യോ കിട്ടി, 2 പോയിന്റും ഉണ്ട്. ഈ പോയിന്റ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ആ പോയിന്റ് ഞാൻ കണ്ടുപിടിക്കും. ആ പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? പോയിന്റ് പിയുടെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയേ ഉള്ളൂ, mx2 + nx1 / m + n, my2 + ny1 / m + n. ഇവിടെ m n എന്തൊക്കെയാണെന്ന് അറിയാലോ. m n എന്താണ്? 1:2 ആണല്ലേ? അപ്പം m 1 ആണ്, n 2 ആണ്. ഇനി x1 x2 ഒക്കെ എങ്ങനെ എഴുതാം? ആദ്യത്തെ പോയിന്റ് -6, -9 ആണ്, രണ്ടാമത്തെ പോയിന്റ് 0, 0 ആണ്. അപ്പം ആദ്യത്തെ പോയിന്റ് x1, രണ്ടാമത്തെ പോയിന്റ് y1, ആദ്യത്തെ പോയിന്റ് x2, രണ്ടാമത്തെ പോയിന്റ് y2. അപ്പോൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കൂ. m × 1 × x2 എന്ന് പറയുന്നത് എത്രയാണ്? 0 + n × n എത്രയാണ്? 2 ആണ്. n x1 അല്ലേ? n x1 എന്ന് പറയുന്നത് 6 ആണ്, / m + n എന്ന് പറയുന്നത് എത്രയാണ്? 1 + 2 3 ആണ്. അടുത്തത് my2ന് പോയിന്റ് 1 × y2 എത്രയാണ്? 0 ആണെന്ന് അറിയാലോ. + ny1, n എത്രയാണ്? 2 ആണ്, × y1 എത്രയാണ്? -9 / 3. ഇവിടെ ഇപ്പം നോക്കേ, 1 × 0, 0, 0 + 2 × 6 12, 12 + 0 12, 12 / 3 4. നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. 1 × 0 എത്രയാണ്? 0. 2 × -9, 9 × 2 -18, -18 / 3. അപ്പം 2 × -9 എത്രയാണ്? -18, -18 / 3 -6. അപ്പം 4, -6 ആണ് എന്ത്? പിന്റെ പോയിന്റ്. അടുത്തത് ക്യൂവിന്റെ പോയിന്റ് പിടിച്ചൂടെ? ക്യൂവിന്റെ റേഷ്യോ ഉണ്ടല്ലോ, ക്യൂവിന്റെ റേഷ്യോ 2:1 ആണ്. 2:1 ആകുമ്പോൾ റേഷ്യോ m മാറും, n മാറും. പക്ഷെ x1 ഉം x2 ഉം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. അപ്പോൾ mx2 + nx1 നമുക്ക് എന്ത് എഴുതാം? x1 x2 മാറുന്നില്ല, x1 x2 ഇത് തന്നെയല്ലേ, പക്ഷെ റേഷ്യോ മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പിന്റെ പോയിന്റ്, ക്യൂവിന്റെ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂവിന്റെ പോയിന്റ് എന്ന് പറയുന്നത് mx2 m × അതായത് 2 × 0 + nx1 n × 1 × 6 / m + n 3 ആണ്. അടുത്തത്
my2 പ്ലസ് my2 എന്ന് പറയുന്നത് 0 അല്ലേ, 2 into 0 plus ny1 1 into minus n divided by 3. അപ്പോൾ 2 into 0 0 6 1 into 6 6 6 plus 0 6 6 divided by 3 2 2 into 0 0 0 plus minus 9 minus 9 divided by 3 minus 3. അപ്പോൾ ക്യൂവിൻ്റെ പോയിന്റ് കിട്ടിയല്ലോ, പിന്റെ പോയിന്റ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നല്ല ചോദ്യമാണ്. ട്രൈ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഈസിയാണ്, റേഷ്യോ ഒക്കെ അവർ തന്നെ തന്നിട്ടുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ ജോയിനിങ് എ 4,2 ആൻഡ് ബി 3,6 ഈസ് ഡിവൈഡ് ബൈ ദ പോയിന്റ് x,3. ആൾസോ ഫൈൻഡ് എക്സ് ആൻഡ് ലെങ്ത് ഓഫ് എ പി. എ പി എന്ന് പറഞ്ഞാൽ പോയിന്റ് പി ആണ്, ഇതാണ് പോയിന്റ് പി. അപ്പൊ നോക്കട്ടെ, കാൽക്കുലേറ്റ് റേഷ്യോ വിച്ച് ദ ലൈൻ ജോയിനിങ്. ഒരു ലൈൻ ഉണ്ട്, അപ്പം എ ബി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പോയിന്റ് എന്നിട്ടുണ്ട്. എയുടെ പോയിന്റ് എത്രയാണ്? -4,2. ബിയുടെ പോയിന്റ് എത്രയാണ്? 3,6. അപ്പോൾ ഈസ് ഡിവൈഡ് ബൈ ദ പോയിന്റ്. ആ ഒരു ലൈനെ ഏതോ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്നിട്ടുണ്ട് x,3. എക്സ് എന്ന് പറയുന്നത് അറിഞ്ഞൂടാ, 3 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അറിയാം. ഓക്കെ, എന്നിട്ട് പറയാണ് ആൾസോ ഫൈൻഡ് എക്സ്. ആൾസോ ഫൈൻഡ് എക്സ്. ഓക്കെ, ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ്, അപ്പം നമുക്ക് റേഷ്യോ അറിഞ്ഞൂടല്ലോ. അപ്പം നമുക്ക് റേഷ്യോ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. എമ്മിൻ്റെയും എന്നിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാം എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ രണ്ട് ലൈൻ സെഗ്മെന്റിനെ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്ത് വന്നു? ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ, x,3. ഒരു പോയിന്റ് അറിഞ്ഞൂടാ, പക്ഷെ ഒരു പോയിന്റ് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ എക്സിന്റെ പോയിന്റ് നമുക്ക് അറിയാം, അറിഞ്ഞൂടാ. അതായത് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് എന്നിന്റെ പോയിന്റ് നമുക്ക് അറിയില്ല. ഇവിടെ ഏതിന്റെ പോയിന്റ് നമുക്ക് അറിയുന്നത്? വൈന്റെ കോർഡിനേറ്റിലെ നമ്മൾ അറിയാവുന്നത്. അപ്പോൾ വൈന്റെ കോർഡിനേറ്റിനെ നമുക്ക് എന്തോ ഡിക്കേറ്റ് ചെയ്യണം? ആ 3നെ നമ്മൾ എന്തോ ഡിക്കേറ്റ് ചെയ്യണം? എക്സോ ഡിക്കേറ്റ് ചെയ്യോ വൈയോ ഡിക്കേറ്റ് ചെയ്യോ? my2 ഡിക്കേറ്റ് ചെയ്യണം, കാരണം വൈന്റെ സ്ഥാനത്തല്ല ഇത് കിടക്കുന്നത്. അപ്പം my2 പ്ലസ് ny1 ഡിവൈഡ് ബൈ m പ്ലസ് n നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ x1 x2 ഒക്കെ എന്താണ്? അതായത് എയുടെ പോയിന്റ്, ഓക്കെ, എയുടെ പോയിന്റ് -4,2. അപ്പൊ ഇത് x1, ഇത് y1, ഇത് x2, അത് y2. പോയിന്റ് പേര് കൊടുത്തല്ലോ. ഓക്കെ, ഇനി 3 is equal to my2. എമ്മിൻ അറിയില്ല, y2 എത്രയാണ്? 6 ആണ്. അപ്പൊ m into 6 പ്ലസ് ny1, n അറിയില്ല, y1 അറിയാമോ? y1 2 അറിയാം, ഡിവൈഡ് ബൈ m പ്ലസ് എന്നും അറിയില്ല. ഇനി m പ്ലസ് അങ്ങോട്ട് ക്രോസ് ചെയ്തു, 3m പ്ലസ് 3n ആയല്ലേ, സിക്കൽ ടു 6m പ്ലസ് 2n ആയല്ലേ. ഇനി 6m വലുതല്ലേ, അപ്പൊ 3m അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്താവും? 3m 6m മൈനസ് 3m ആവും. ഇനി 3n വലുതല്ലേ, അപ്പൊ 2n ഇപ്പുറത്തോണ്ട് കൊണ്ടുവരാം. അപ്പോൾ 3n മൈനസ് 2n വെറും n ആവും. അപ്പം m/n എന്ത് കിട്ടും? 1/3 കിട്ടും. അപ്പൊ റേഷ്യോ കിട്ടിയോ? m:n എത്ര കിട്ടി? 1:3 കിട്ടിയോ? ഓക്കെ, ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് എക്സ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എക്സിന്റെ പോയിന്റ് എന്താണ്? എക്സിനെ ഏതോ ടിക്കറ്റ് ചെയ്യും? mx1 പ്ലസ് nx2 ആയി ടിക്കറ്റ് ചെയ്തൂടെ? ഡിവൈഡ് ബൈ m പ്ലസ് n. എക്സ് ഇസ് ഈക്വൽ ടു mx2. mx1 എന്താണ്? m എത്രയാണ്? m എത്രയാണ്? m1 അല്ലേ. അപ്പൊ 1 ഇൻറ്റു x1 എത്രയാണ്? mx2 അല്ലേ? mx2 പ്ലസ് nx1 ആണ്. അപ്പൊ x2 എത്രയാണ്? x2 3 ആണ്. പ്ലസ് n എത്രയാണ്? n 3 ആണ്. x1 എത്രയാണ്? -4 ആണ്. ഡിവൈഡ് ബൈ m പ്ലസ് n എത്രയാണ്? 4 ആണ്. അപ്പൊ 1 ഇൻറ്റു 3 3 3 മൈനസ് 3 ഇൻറ്റു -4 -12 ഡിവൈഡ് ബൈ 4. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 12 -9 -9/4 വരും. അപ്പോൾ എക്സിന്റെ പോയിന്റ് കിട്ടിയോ? -9/4 ആണ് എക്സിന്റെ പോയിന്റ്. ഇനി ലെങ്ത് ഓഫ് എ പി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എക്സിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? എക്സ് എന്ന് പറയുന്നത് -9,4 ഡിവൈഡ് 3 ആണ്. എയുടെ പോയിന്റ് ഉണ്ടല്ലോ -4,2. ഇനി നിങ്ങൾ ലെങ്ത് ഓഫ് എ പി കണ്ടുപിടിക്കും. എ പിയുടെ ലെങ്തിന്റെ ഫോർമുല എടുക്കുക. ലെങ്തിന്റെ ഫോർമുല എന്താണ്?
x2 minus x1 the whole square plus y2 minus y1 the whole square. ഇവിടെ x1 y1 ഏതൊക്കെയാണ്? ഇത് x1 y1, ഇതെന്താണ് x2 y2. കൊടുക്കുക, ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമ്മൾ ഹോംവർക്കായിട്ട് ചെയ്യാം. അല്ല, ഹോംവർക്ക് അല്ല, ഇപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ചെയ്യാം. വീഡിയോ കാണുമ്പോൾ അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കുക. അതിൻ്റെ ലെങ്ത് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്തിൻ്റെ യൂണിറ്റ് എ പിയുടെ ലെങ്ത് √65/4 വരും. ഓക്കെ, √65/4 വരും. അപ്പോൾ അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളും ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് എ ആൻഡ് എ 0,4 ആൻഡ് ബി 6,0. അപ്പം എ ബി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അപ്പം അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എന്ത് പറഞ്ഞേക്കുന്നത്? എം എന്ന് പറഞ്ഞേക്കുന്നത്. എം ഈസ് ആൾസോ ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഒ പി ഇൻ ദ റേഷ്യോ 1:3. അതായത് ഒ പി എന്ന് പറഞ്ഞ ലൈനെ എം വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ റേഷ്യോ 1:3 ആണ് അല്ലേ? 1:3 ആണ്. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് എം. എമ്മിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് എമ്മിന്റെ എക്സും വൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് പി, പി എന്ന് പറഞ്ഞ പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ബി പി, ബി പിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ബി പിയോ ഓക്കെ, ബി പിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്ത്? നിങ്ങൾക്കറിയാലോ എമ്മിന്റെ പോയിന്റ് കണ്ടുപിടിക്കണ്ടേ? എമ്മിന്റെ പോയിന്റ് എടുത്ത് തന്നിട്ടുണ്ടോ? ഇല്ല. കാരണം പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എം എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. എമ്മിന്റെ പോയിന്റ് കണ്ടുപിടിച്ചൂടെ? എന്താണ് എമ്മിന്റെ പോയിന്റ്? x1 plus x2 divided by 2, y1 plus y2 divided by 2. അപ്പോൾ m is equal to x1 എത്രയാണ്? നമുക്കിതിനെ x1 y1 എന്ന് കൊടുക്കാം. ഇതിനെ x1, ഇതിനെ y1 എന്ന് കൊടുക്കാം. ഇതിനെ x2, ഇതിനെ y2 എന്ന് കൊടുക്കാം. അപ്പം 0 plus x divided by 2, y1 4 plus 0 divided by 2. അപ്പോൾ m is equal to 0 plus 6 6 divided by 2 3. 4 plus 0 4 divided by 2 2. അപ്പോൾ എമ്മിന്റെ പോയിന്റ് കിട്ടിയല്ലോ. എമ്മിന്റെ പോയിന്റ് 3,2 എന്ന് കിട്ടി. എമ്മിന്റെ പോയിന്റ് എത്ര കിട്ടി? 3,2 എന്ന് കിട്ടി. ഓക്കെ, എമ്മിന്റെ പോയിന്റ് 3,2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എമ്മിന്റെ പോയിന്റ് കിട്ടി 3,2. ഇനി കോർഡിനേറ്റ്സ് ഓഫ് പി, പി കണ്ടുപിടിക്കും. പിയുടെ കോർഡിനേറ്റ് നമുക്കറിയാം. ഒ പി എന്ന് പറഞ്ഞ ലൈൻ നോക്കേ, ഒ പി എന്ന് പറഞ്ഞ ലൈൻ. ആ ഒ പി എന്ന് പറഞ്ഞ ലൈനകത്ത് ഒയുടെ പോയിന്റ് അറിയാമോ? ഒ എന്ന് പറഞ്ഞാൽ ഒറിജിൻ അല്ലേ? ഒറിജിന്റെ പോയിന്റ് 0,0 അല്ലേ? അപ്പൊ 0,0യും എമ്മിന്റെ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 3,2 കിട്ടിയിട്ടുണ്ട്. അതിന്റെ റേഷ്യോ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി കണ്ടുപിടിച്ചൂടെ? ഏത് ഇക്വേഷനകത്ത് കൊടുക്കാം? സെക്ഷൻ, അതായത് സെക്ഷൻ ഫോർമുലയുടെ ഇക്വേഷനകത്ത് കൊടുക്കാം. അതായത് എം പിയുടെ പോയിന്റ് നമുക്ക് അറിഞ്ഞൂടല്ലോ. അത് നമുക്ക് x, y എന്ന് എടുക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് പി കണ്ടുപിടിച്ചൂടെ? ഇത് ഈ ക്വസ്റ്റ്യൻ ഞാൻ മായ്ക്കാണേ. ഓക്കെ, ആ ഒ പി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിനകത്ത് ഓയുടെ പോയിന്റ് ഉണ്ട് 0,0, പിയുടെ പോയിന്റ് ഉണ്ട് നമുക്ക് അറിഞ്ഞൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത് x, y. അതിന്റെ റേഷ്യോ ഉണ്ട് 1:3. അപ്പൊ എമ്മും എന്നും ഉണ്ട്. പോയിന്റ് ഉണ്ടോ? അതിന്റെ റേഷ്യോയുടെ പോയിന്റ് ഉണ്ടോ? റേഷ്യോയുടെ പോയിന്റ് എം ആണ്. എമ്മിന്റെ പോയിന്റ് 3,2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേറ്റ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമ്മൾ അവിടെ റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ പോയിന്റിന്റെ ഇക്വേഷനെ നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്യണം? 3,2നെ നമ്മൾ എന്തോട്ട് ഇക്വേറ്റ് ചെയ്യുന്നു? mx2 plus nx1 divided by m plus n ഇക്വേറ്റ് ചെയ്തൂടെ? അത് പോയിന്റ് വരെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് മിഡ് പോയിന്റ് പോലാണ്. മിഡ് പോയിന്റിന്റെ ഫോർമുല പോലെ മിഡ് പോയിന്റ് ആൾറെഡി തന്നു കഴിഞ്ഞാൽ നമ്മൾ മിഡ് പോയിന്റ് ഫോർമുല ഇക്വേറ്റ് ചെയ്യും. അതുപോലെ റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ആ പോയിന്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനായിട്ട് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ എന്താണ്? ഇനി ഇവിടെ x1 y1 ഒക്കെ എന്താണ്? ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2, ഇത് m n ഉണ്ടല്ലോ. അപ്പൊ mx2 എന്ന് പറഞ്ഞാൽ 1 × x2
1 into x plus nx1 n into x1 3 into 0 divided by m plus 1 4. ഓക്കെ, ഇത് 3:2 ആണ്. ഇവിടെ 3:2 ഉണ്ട്. 3:2 is equal to എന്നാണ്, അത് മറക്കരുത്. 3:2 is equal to എൻ്റെ mx2 1 into x plus 3 into 0 divided by 4. അടുത്ത my2 m എത്രയാണ് 1, y2 എത്രയാണ് y പ്ലസ് ny1 n എത്രയാണ് 3, y1 എത്രയാണ് 0 ഡിവൈഡ് ബൈ m plus n എത്രയാണ് 4. അപ്പോൾ 3,2 is equal to 1 into x divided by 4, 3 into 0 0. അടുത്ത 1 into y 3 into 0 0 divided by 4. അപ്പോൾ x by 4 പകരം എന്താ കിടക്കുന്നത് 3 അല്ലേ കിടക്കുന്നത്. അപ്പോൾ x by 4 is equal to 3, x is equal to എത്ര വരും 12 വരും. അടുത്ത y by 4 is equal to 2 കിടക്കുന്നു, y is equal to വരും 8 വരും. അപ്പോൾ x 12 കിട്ടി, y എന്ത് കിട്ടി 8 കിട്ടി. അതാണ് പിയുടെ പോയിന്റ്. ഓക്കെ, അതാണ് നമ്മൾ പിയുടെ പോയിന്റ്. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്തുവാടെ, ഇനി അവരെന്താ പറഞ്ഞേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് ബി പി അല്ലേ. ലെങ്ത് ഓഫ് ബി പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ബിയുടെ പോയിന്റ് ഉണ്ടോ, ബിയുടെ പോയിന്റ് 6,0. പിയുടെ പോയിന്റ് ഉണ്ടോ, ഓക്കെ, പിയുടെ പോയിന്റ് 12,8 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ലെങ്ത് ഓഫ് ബി പി എന്ന് പറയുന്നത് എന്താണ് x1 y1 x2 y2. അപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ എന്ത് വരും. x2 മൈനസ് x1 12 മൈനസ് 6 6ന്റെ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 8 മൈനസ് 0 8 8ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 36 റൂട്ട് 100 ആവുമ്പം 10 സെന്റിമീറ്റർ. ഇതാണ് ലെങ്ത് ഓഫ് ബി പി. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമായിരുന്നു. കുറേ പോയിന്റ്സുകൾ വരുന്ന ഒരു ചോദ്യമായിരുന്നു. എല്ലാ ഒരു ഫോർമുലയും കൂടെ ഒരു കമ്പൈനായിട്ട് വരുന്നൊരു ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ന് ക്ലാസ് നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒരുമാതിരി അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും, അതായത് നല്ല ചോദ്യങ്ങളെല്ലാം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത് ഹോംവർക്കായിട്ട്. ഏകദേശം ഒരു 10 കൂടുതൽ കണക്ക് നമ്മൾ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അതിനകത്തൊരു കുറച്ച് കണക്കുകളുണ്ട്. സിയിലായാലും 13.c ആയാലും 13b ആയാലും അതിനകത്ത് കുറച്ച് കണക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ബാക്കി കണക്കുകൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പാടുള്ള കണക്കെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഫോർമുല നന്നായിട്ട് പഠിക്കുക, അതേ ഉള്ളൂ മാർഗം. പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുലയാണ്, അത് പഠിക്കുക. സെക്ഷൻ ഫോർമുലയിൽ mx2 പ്ലസ് nx1 ആണ്. അപ്പോൾ അത് എക്സിൻ്റെ ഫോർമുലയുണ്ട്, വൈൻ്റെ ഫോർമുലയുണ്ട്. നമുക്ക് ആൾറെഡി പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം, ആ ഒരു ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യണം എപ്പോഴും. മിഡ് പോയിന്റ് ഫോർമുല നമുക്ക് തന്നു കഴിഞ്ഞാൽ, പോയിന്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ എപ്പോഴും മിഡ് പോയിന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതുപോലെ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിളിൻ്റെ ഫോർമുലയുണ്ട്, പിന്നെ ട്രൈസെക്ഷൻ്റെ ഫോർമുലയുണ്ട്. ട്രൈസെക്ഷൻ്റെ ഫോർമുല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഇപ്പോൾ ട്രൈസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് റേഷ്യോ 1:2 ആയിരിക്കും, രണ്ടാമത്തെ പോയിന്റ് റേഷ്യോ 2:1 ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാം. പിന്നെ ഒരു സംഭവം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അബ്സിസ എന്നൊക്കെ പറയും. അതെന്താണ് അബ്സിസ ഓർഡിനേറ്റ്സ് അറിയാമോ? അതായത് ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും ഉണ്ടല്ലേ, ആ ഗ്രാഫിന് എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യത്തിനകത്ത് എന്ത് പറയും, ഇതിന്റെ അബ്സിസ എന്നായിരിക്കും പറയുന്നത്. അബ്സിസ എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ വിളിക്കുന്ന പേരാണ് അബ്സിസ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സ് ആക്സിസ് എന്ന് പറയത്തില്ല, അബ്സിസയിലെ പോയിന്റ് എന്നേ പറയൂ. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു വരുന്നത് അബ്സിസയിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിലെ പോയിന്റ് ആണ്. അടുത്തത് വൈയിലെ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഓർഡിനേറ്റ് എന്ന് വിളിക്കും. എന്താണ് ഓർഡിനേറ്റ്? അപ്പോൾ ഓർഡിനേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അബ്സിസ ഉണ്ട്, ഓർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ഓർഡിനേറ്റിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വൈയിലെ പോയിന്റ് ആണെന്ന് ആലോചിച്ചോണം, അബ്സിസയിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിലെ പോയിന്റ് ആണെന്ന് ആലോചിച്ചോണം. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, 13C അങ്ങനെ ചോദ്യം വരുന്നുണ്ട്. 13C അബ്സിസ എന്ന് പറയുന്ന പോയിന്റ് 2 ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോഴത്തെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.